നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 9, 18 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. രക്തസ്രാവക്കാരി ഭരണാധിപന്റെ മകൾ. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുൻപ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ചു ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി, ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഈശോ നമ്മെ കേൾക്കുകയാണ്. ഈശോ നമ്മെ കാണുകയാണ്. ഈശോ നമ്മുടെ സാന്നിധ്യത്തെ വളരെയധികം വിലമതിക്കുകയാണ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഈ രാത്രിയിൽ വചനം കേൾക്കാൻ കാതോർത്തിരിക്കുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു സൗഭാഗ്യമാണ്. ഇന്ന് തിരുസഭ
വിശുദ്ധ മരിയ ഗൊരത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ജൂലൈ മാസം 6-ാം തീയതി. വിശുദ്ധ മരിയ ഗൊരത്തിയുടെ തിരുനാളാണ്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ 12 വയസ്സ് പ്രായമുള്ള ആ മകൾ 14 പ്രാവശ്യം കുത്തേറ്റ് മരിച്ചു. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു യുവാവിന് അവളോട് പ്രണയം തോന്നുകയും അവളെ പാപത്തിന് അവൻ നിർബന്ധിക്കുകയും ചെയ്തു. പാപത്തിന് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങാതിരുന്നത് മൂലം അലക്സാണ്ടർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആദ്യം 11 പ്രാവശ്യം കുത്തി. അതിനുശേഷം അവൾ മരിച്ചെന്ന് വിചാരിച്ചു. പിന്നെ അവൾ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും പോയി 3 പ്രാവശ്യം കൂടെ കുത്തുകയും അങ്ങനെ 14 പ്രാവശ്യം വളരെ നിഷ്ഠൂരമായി അവളെ കത്തികൊണ്ട് കുത്തി ആ മകളെ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ മരിയ ഗൊരത്തി മരിക്കുന്നതിന് മുൻപ് പറഞ്ഞു, അലക്സാണ്ടർ തീർച്ചയായും മാനസാന്തരപ്പെടും. അവൾ തൻ്റെ സഹനവും മരണവും തിന്മയിലൂടെ കടന്നുപോയിരുന്ന ആസക്തികളിലൂടെ അഭിരമിച്ചിരുന്ന അലക്സാണ്ടറിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 1950 വിശുദ്ധ മരിയ ഗൊരത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉൾക്കൊള്ളാൻ ആളുകൾ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിന് കഴിയുകയില്ല എന്ന് നേരത്തെ ബോധ്യപ്പെട്ടതുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ പുറത്തു വെച്ചാണ്, മറ്റൊരു വലിയൊരു ഗ്രൗണ്ടിൽ വെച്ചാണ് ആ കാനനൈസേഷൻ നടന്നത്. 5 ലക്ഷത്തിലധികം ആളുകളാണ് മരിയ ഗൊരത്തിയുടെ നാമകരണ ആ ചടങ്ങുകൾക്ക് വേണ്ടി, വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന ചടങ്ങുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ഈ കാലഘട്ടത്തെ വളരെയധികം വിശുദ്ധീകരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശുദ്ധയാണ് ഈ പെൺകുട്ടി. മരിയ ഗൊരത്തി എന്ന പേര് വിശുദ്ധിയുടെ പര്യായമായി മാറി. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്ന് നമ്മോട് മരിയ ഗൊരത്തിയെക്കുറിച്ച് പറയുന്നതോടൊപ്പം മരിച്ചുപോയ മറ്റൊരു ബാലികയെ, 12-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു ബാലികയെ കുറിച്ച് പറയുന്നു. ഈശോ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. അവളുടെ മൃതമായ അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടിയെ ഈശോ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുപോലെ തന്നെ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അവൾക്ക് ഈശോയുടെ അടുക്കലെത്താൻ അവളുടെ രോഗത്തിൻ്റെ 1-ാം വർഷവും രോഗത്തിൻ്റെ 2-ാം വർഷവും 3-ാം വർഷവും ഒന്നും സാധിച്ചില്ല. അവൾക്ക് ഈശോയുടെ അടുക്കലേക്കെത്താൻ 12 വർഷങ്ങളെടുത്തു എന്നതാണ് അതിൻ്റെ അർത്ഥം. 12-ാമത്തെ വർഷത്തിലാണ് അവൾക്ക് ഈശോയെ കണ്ടുമുട്ടാൻ സാധിച്ചത്. പക്ഷേ നീ ആദ്യം കണ്ടുമുട്ടിയാലും, നമുക്കറിയാം, ഭരണാധികാരി ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നത് തീർച്ചയായും ആ കുഞ്ഞ് മരിച്ച് നിസാര സമയങ്ങൾക്കുള്ളിൽ അല്പം മുമ്പ് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ആ ഭരണാധികാരിയുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, വലുതാണ്. വീട്ടിൽ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ഒരിടത്തും പുറത്തു പോകില്ല. നമ്മൾ ആരെയും വിളിക്കാനും പോകില്ല, ആരെയും കാണാനും പോകില്ല. നമ്മൾ ആ കുഞ്ഞിൻ്റെ മൃതശരീരം നോക്കി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യും. പക്ഷേ ഈ ഭരണാധികാരി വീട്ടിൽ കുഞ്ഞ് മരിച്ചു കിടന്നപ്പോൾ അവൻ ഈശോയുടെ അടുക്കലേക്ക് ഓടി എന്നത് ഒരു ചെറിയ കാര്യമല്ല. അവനൊരു യഹൂദൻ കൂടെ ആയിരുന്നിട്ടുണ്ടാവില്ല. കാരണം ഭരണാധികാരി എന്ന് പറയുമ്പോൾ റോമൻ ഭരണാധികാരി ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഭരണാധികാരി വീട്ടിൽ കുഞ്ഞ് മരിച്ചു കിടന്നപ്പോൾ ഓടിയത് ആരുടെയും അടുക്കലേക്കല്ല, ശവസംസ്കാരത്തിനുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയല്ല,
മരിച്ച കുഞ്ഞിനെ ഉയർപ്പിക്കാനുള്ള ആളെ അന്വേഷിച്ചാണ് ഈശോയുടെ അടുക്കലേക്ക് എത്തുന്നത്. ഈശോയോട് പറയുകയാണ്, നീ വരണം, വന്ന് എൻ്റെ കുഞ്ഞിനെ ഉയർപ്പിക്കണം എന്ന് പറയുന്ന ആ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇല്ലാത്ത ഒരു വിശ്വാസമാണ്. നമ്മൾ ആരെങ്കിലും, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മരിച്ചാൽ ഈശോയോട് ചെന്നിട്ട് ഉയർപ്പിക്കണമെന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ ആ അപ്പൻ്റെ വിശ്വാസം മൂലം ആ മകൾക്ക് ജീവൻ തിരികെ കിട്ടി. കൈയടിച്ച് നന്ദി പറയാം. അതായത് ഒരപ്പൻ്റെ വിശ്വാസത്തിന് കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ്. ഒരപ്പൻ്റെ വിശ്വാസം, ഒരമ്മയുടെ വിശ്വാസത്തിന് കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ സാധിക്കും. കുടുംബത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതായി, രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം. അവളുടെ വിശ്വാസം അവൾക്ക് സൗഖ്യം കൊണ്ടുവന്നു. അവൾ വിശ്വാസത്തോടെ ഈശോയുടെ അടുത്തിരുന്നു. ഈശോയുടെ ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ സൗഖ്യം പ്രാപിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അന്തരംഗത്തെ പരിശോധിക്കാം, മനസ്സാക്ഷിയെ പരിശോധിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം നമുക്ക് മുൻപിൽ ഒരു കണ്ണാടിയായി പിടിക്കാം. പാപത്തിൻ്റെ വളരെ ശക്തമായ